നേപ്പാളിലെ ജീവിക്കുന്ന ദേവതയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൊച്ചുമിടുക്കി 2 വയസ്സേ ഉള്ളൂ പ്രായം. ആര്യതാര ഷാക്യു. ആര്യതാരയുടെ ജീവിതം ഇനി വർഷങ്ങളോളം ആ ക്ഷേത്രത്തിലായിരിക്കും. ഹിന്ദു വിഭാഗത്തിലും ഒപ്പം ബുദ്ധമത വിശ്വാസികളുമൊക്കെ അനുഗ്രഹം തേടി ഈ കൊച്ചു ദേവിയുടെ മുമ്പിലേക്ക് എത്തും. മാതാപിതാക്കൾ വരെ ഇനി ദേവതയായാണ് സ്വന്തം കുഞ്ഞിനെയും കാണുക. ഹിമ ഹരിദാസ് ഉണ്ട്. ഹിമ, ഈ ഇതിൻ്റെ ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. 2 വയസ്സായ കുഞ്ഞിനെ ഇങ്ങനെ പെട്ടെന്ന് ഇത് കാണുമ്പോൾ ദേശാടന സിനിമയൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും അല്ലേ? ഒരു ദൈവ പരിവേഷത്തിലേക്ക് പോകുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കൈകളിൽ നിന്ന് അകന്നു പോവുകയാണ്. പക്ഷേ സമൂഹം മുഴുവൻ ഒരു ദേവിയായി കാണുന്നു. ഇത് എന്താണ് ഈ ചടങ്ങ്? എങ്ങനെയാണ് ഇനി ആ കുഞ്ഞിൻ്റെ ഇനി അങ്ങോട്ടുള്ള കാലങ്ങൾ? എന്താണ് ആ നാട്ടിലെ വിശ്വാസം? നമുക്കറിയാം, നൂറ്റാണ്ടുകളായി അവരുടെ വിശ്വാസവും പാരമ്പര്യവും ഒക്കെ അതേപടി കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹമാണ് നേപ്പാൾ ജനത. അവരവരുടെ വിശ്വാസങ്ങളെയും പാരമ്പര്യമൊക്കെ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദു ബുദ്ധ വിശ്വാസികളുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആചാരമാണ് ദസൈൻ ആഘോഷം, ദസൈൻ ഉത്സവം എന്ന് പറയുന്നത്. ആ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ദേവിയായി ഈ കുഞ്ഞിനെ അവർ കാണുന്നത്. ജീവിക്കുന്ന ഒരു ദൈവമായി തന്നെയാണ് ഈ കുഞ്ഞിനെ അവർ കണക്കാക്കുന്നത്. കുമാരിയായിട്ട് സ്ഥാനാരോഹണം ചെയ്യുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ യോദ്ധ സിനിമയിൽ റിംബോസ്റ്റയെ കണ്ടിട്ടുണ്ടാവും, ഉണ്ണിക്കുട്ടനായി എത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കൊച്ചു ദൈവമായിട്ടാണ് ഇവിടെ ഈ കുഞ്ഞിനെ അവർ വിശ്വസിക്കുന്നത്. ഈ കുഞ്ഞിനെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സൊക്കെ കുറച്ച് രസമുള്ളതാണ്. നമുക്ക് കേട്ടാൽ കുറച്ച് കൗതുകമുള്ളതൊക്കെ ആയി തോന്നും. കാരണം കാഠ്മണ്ഡുവിലുള്ള അവിടുത്തെ താഴ്വരകളിലെ ഷാക്യ കുടുംബത്തിൽ, ഈ കുഞ്ഞിന്റെ പേര് ഷാക്യ കുടുംബത്തിൽ, ഷാക്യ എന്ന പേരിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഷാക്യ കുടുംബത്തിൽ നിന്നാണ് ഒരു കുഞ്ഞിനെ തിരഞ്ഞെടുക്കുന്നത്. അതും 2 മുതൽ 4 വയസ്സ് വരെ പ്രായമുള്ള ഒരു കുഞ്ഞിനെയാണ് അവർ കുമാരിയായി അവരോധിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞിനെ അവർ സ്വന്തം ദൈവത്തെ പോലെ കാണും. സ്വന്തം അച്ഛനും അമ്മ വരെ ദൈവത്തെ പോലെയാണ് പിന്നീട് ആ കുഞ്ഞിനെ ആരാധിക്കുന്നത്. അങ്ങനെ ആ കുഞ്ഞിനെ ക്ഷേത്രത്തിന്റെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുന്നു. പിന്നീട് അവിടെ ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിതമായിരിക്കും. വലിയ എന്തെങ്കിലും ആഘോഷം വന്നാൽ മാത്രമാണ് പിന്നീട് ആ കൊട്ടാരത്തിൽ നിന്ന് ആ കുഞ്ഞിന് പുറത്തിറങ്ങാൻ കഴിയുള്ളൂ. ജീവിതകാലം മുഴുവൻ എന്ന് പറയുമ്പോൾ അവർ പ്രായപൂർത്തിയാകുന്നത് വരെ, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ അസുഖം പിടിപെടുന്നത് വരെയാണ് അവർ ഒരു കുമാരിയായി അവിടെ അവരോധിക്കപ്പെടുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവുകയോ അല്ലെങ്കിൽ ഇനി വലിയ അസുഖം എന്തെങ്കിലും പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർ സ്ഥാനഭ്രഷ്ടയാകും. ഇതിനു മുൻപുള്ള കുമാരി അങ്ങനെ സ്ഥാനഭ്രഷ്ടയായപ്പോഴാണ് പുതിയ കുമാരിയെ സ്ഥാനാരോഹണം ചെയ്യുന്നത്. അപ്പോൾ പഴയ കുമാരി ആ സ്ഥാനത്ത് നിന്ന് നീക്കുന്നു. പിന്നെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് കടക്കുന്നു. പക്ഷേ ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ ഒരു പരിണിത ഫലം അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം പിന്നീട് അവരുടെ ജീവിതം ഈ ഒറ്റപ്പെട്ട് കുറേ നാൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറേ മനുഷ്യർക്കിടയിൽ ജീവിച്ചു വരാൻ കുറച്ച് പ്രയാസമുണ്ടായിരിക്കും. എല്ലാവിധ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ടായിരിക്കും ഒരു കൊട്ടാരത്തിൽ താമസിക്കേണ്ടാവുക. ചുവന്ന വസ്ത്രം മാത്രമേ ധരിക്കുള്ളൂ. ഒരു തൃക്കണ്ണ് കൂടി വരച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കാണാൻ തന്നെ വലിയ വ്യത്യസ്തതയുണ്ടാകും. പക്ഷേ അവർക്ക് എന്തെങ്കിലും വലിയ ആഘോഷവേളകളിൽ മാത്രമേ പുറത്തിറങ്ങാൻ കഴിയുള്ളൂ. പണ്ടത്തേൽ നിന്നൊക്കെ ഇപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ സെൻറ്റർ പോലെ വീട്ടിൽ തന്നെ ചെറിയ രീതിക്ക് പഠിക്കാനും അതുപോലെ തന്നെ ഡാൻസ്, പാട്ട്, അങ്ങനെ ചെറിയ രീതിയിലുള്ള കലകളൊക്കെ പഠിക്കാനുള്ള അവസരമുണ്ട്. TV കാണാൻ കൂടിയുള്ള ഒരു അനുവാദമുണ്ട് കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് ഈ സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട ശേഷം അവരുടെ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാട് നിറഞ്ഞതാണ്. സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. പിന്നെ ഇവരുടെയൊക്കെ ഒരു വിശ്വാസപ്രകാരം നാടോടി കഥകളിലൊക്കെ പറയുന്നത് പോലെ ഈ കുമാരി ആയിരുന്ന ആളെ പിന്നീട് വിവാഹം കഴിക്കുന്ന ആൾക്ക് അധികകാലം ആയുസ് ഉണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാനും ഒരു പുരുഷൻ എത്തുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് കാണുമ്പോൾ കൗതുകം തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് പോലെ തന്നെയാണല്ലേ ഹിമ ഇത് കേൾക്കുമ്പോൾ? എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും പറയില്ലേ, മനുഷ്യനിൽ തന്നെ ദേവനും അസുരനും ഉണ്ടെന്ന് പറയാം. നമ്മുടെ ക്വാളിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. നല്ല ക്വാളിറ്റി ആണെങ്കിൽ ദേവനായി മാറും. പക്ഷേ ഇവിടെ കുറച്ചു കാലം ദേവിയായി ജീവിക്കുന്ന കുഞ്ഞ് പിന്നീട് സാധാ മനുഷ്യ സ്ത്രീ ആവുകയാണ്. പക്ഷെ അപ്പോഴുള്ള ജീവിതം കഷ്ടം നിറഞ്ഞാണെന്ന് അറിയുമ്പോൾ ഒരു വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നതാണ്. എന്തായാലും ദൈവിക പരിവേഷത്തിലല്ലെങ്കിലും അല്ലേ, മനുഷ്യന് കിട്ടുന്ന എല്ലാ പരിഗണനകളും കിട്ടിയ ആ കുഞ്ഞിന് ഇനിയും ജീവിക്കാൻ കഴിയേണ്ട വിശ്വാസങ്ങളാണ്. അതവർ ആ സമൂഹം പുലർത്തുന്നതാണ്. നന്നായി പോട്ടെ. ശരി ഹിമ, കാണാം.